ഹലോ ഫ്രണ്ട്സ്, ഇന്ത്യയിൽ നിന്നുള്ള UPSC, SSC പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു റെലവൻസ് കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാം. ഡയറക്റ്റ് ഫാക്ട് ബേസ്ഡുള്ള ക്വസ്റ്റ്യൻസിൽ നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്കുള്ള ട്രാൻസിഷൻ വളരെ എവിഡൻ്റ് ആണ്. ഇത് ടാക്കിൾ ചെയ്യാനായിട്ട് വളരെ കോംപ്രഹെൻസീവായിട്ടും ഡെപ്തിലും വിഡ്ത്തിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് വളരെ അത്യാവശ്യമായിട്ട് വരുന്നുണ്ട്. ടെൻഷൻ അടിക്കണ്ട, ഇതിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ളതാണ് നമ്മുടെ ഈ ഡിസ്കഷൻ സീരീസ്. 2023 ഇന്ത്യൻ പൊളിറ്റിയിൽ ഹെഡ്ലൈൻസിൽ നിറഞ്ഞു നിന്നിരുന്ന മറ്റൊരു ഇഷ്യൂ ആണ് ഗവർണർ വേഴ്സസ് ഗവൺമെൻറ്. രണ്ടും കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ്സ് ആയിരുന്നു. അതായത് ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ CM അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. അങ്ങനെ ഗവൺമെൻറ് വേഴ്സസ് ഗവർണർ ഒരു ഇഷ്യൂവിനെ കുറിച്ചിട്ടാണ് നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ന്യൂസ് ഫോളോ ചെയ്യുന്നവർക്കറിയാം, നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും നമ്മുടെ ചീഫ് മിനിസ്റ്റർ പിണറായി വിജയനും തമ്മിലുള്ള ഒരു ടസിൽ നടക്കുന്നത് ഹെഡ്ലൈൻസിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കാറുണ്ട്. സോ ഇത് മെയിൻലി ഈ ഗവൺമെൻറ് കോൺഫ്ലിക്റ്റ് ഇന്ത്യയിൽ ഇപ്പോൾ കണ്ടുവരുന്നത് ഓപ്പോസിഷൻ റൂൾ, അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭരിക്കുന്ന പാർട്ടി ഏതാണോ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പാർട്ടി ഭരിക്കുന്ന സ്റ്റേറ്റുകളിലാണ് ഇത് മേജറായിട്ട് കണ്ടുവരുന്നത്. ഇത് ഇപ്പോൾ റീസെൻ്റ്ലി ഉണ്ടായിട്ടുള്ളത് കേരള, തമിഴ്നാട്, തെലുങ്കാന, വെസ്റ്റ് ബംഗാൾ, പഞ്ചാബ്, മഹാരാഷ്ട്ര അങ്ങനെയുള്ള സ്റ്റേറ്റുകളിലാണ് ഇത് മേജറായിട്ട് ഈ ഗവർണർ ടസിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ മെയിൻലി ഇത് റിവോൾവിങ് അറൗണ്ട് ഒരു ഡിസ്ക്രിഷണറി പവർ ഓഫ് ഗവർണർക്ക് എന്തിലൊക്കെ കാര്യത്തിൽ ഭരണത്തിൽ ഇടപെടാം, എന്തിലൊക്കെ ചെയ്തുകൂടാ, അല്ലെങ്കിൽ ഒരു ബില്ല് പാസ്സായി കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് വീറ്റോ പവർ ഗവർണർക്ക് പ്രയോഗിക്കാമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ചുറ്റിപ്പറ്റിയാണ് ഈ മേജർ ആയിട്ടുള്ള ഈ ടസിൽ നടക്കുന്നത്. ഈ ഇഷ്യൂവിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ റൂട്ട് നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷനിൽ പാർട്ട് 6 ആർട്ടിക്കിൾ 163 ആണ് ഗവർണറും ഗവൺമെൻറ്റും, അതായത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും തമ്മിലുള്ള ഒരു ബന്ധത്തിനെ കുറിച്ചിട്ട് പറയുന്നത്. ആർട്ടിക്കിൾ 163 എന്താണ് പറയുന്നത് നോക്കാം. There shall be a council of ministers headed by the chief minister to aid and advise the governor in exercise of his functions, except the discretion granted by the constitution. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ കുറച്ച് ഡിസ്ക്രിഷണറി പവേഴ്സ് ഗവർണർക്ക് കൊടുക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇനി മറ്റൊരു പ്രൊവിഷൻ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പറയുന്നതാണ്, ഇഫ് എനി ക്വസ്റ്റ്യൻ അറൈസസ് വെദർ എ മാറ്റർ ഈസ് വിത്തിൻ ദ ഗവർണേഴ്സ് ഡിസ്ക്രിഷൻ ഓർ നോട്ട്, ദ ഗവർണേഴ്സ് ഡിസിഷൻ ഈസ് ഫൈനൽ. ഗവർണർ ഡിസ്ക്രിഷനിലാണോ ഏതെങ്കിലും ഒരു കാര്യം എന്നുള്ളൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഗവർണർ എന്ത് തീരുമാനിക്കുന്നോ അതായിരിക്കും ഫൈനൽ. ഈ പറഞ്ഞതുപോലെ ഒരു ഡിസ്ക്രിഷണറി പവർ, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഗവർണറുടെ ഡിസിഷൻ ആയിരിക്കും ഫൈനൽ എന്നുള്ളൊരു പ്രൊവിഷൻ ഇതേ സമയത്ത് പ്രസിഡൻറ്റിനില്ല. അതുകൊണ്ട് തന്നെയാണ് ഡിസ്ക്രിഷണറി പവർ ഓഫ് ദി ഗവർണർ ഈസ് വൈഡർ ദാൻ ദാറ്റ് ഓഫ് ദി പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഗവർണർക്കാണ് കൂടുതൽ ഡിസ്ക്രിഷണറി പവർ പ്രസിഡന്റിനെക്കാളും എന്ന് പറയുന്നത്. ഇനി ഗവർണർക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസ്ക്രിഷനും സിറ്റുവേഷണൽ ഡിസ്ക്രിഷനും ഉണ്ട്. ഇതിനെക്കുറിച്ച് നമുക്ക് നോക്കാം, ഏതൊക്കെ ഘട്ടത്തിലാണ് ഗവർണർക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസ്ക്രിഷൻ ഉള്ളത്, എപ്പോഴൊക്കെയാണ് സിറ്റുവേഷണൽ ഡിസ്ക്രിഷൻ ഉള്ളതെന്ന്. മുന്നേ പറഞ്ഞ ഗവർണറുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസ്ക്രിഷണറി പവേഴ്സിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 167 അനുസരിച്ചിട്ട് CMന് ഒരു ഡ്യൂട്ടി ഉണ്ട്, അതായത് സ്റ്റേറ്റിൻ്റെ ഗവേണൻസും എക്സിക്യൂട്ടീവ് ആക്ഷൻസും അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് ടൈംലി ആയിട്ട് ഗവർണർ അറിയിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഗവർണർക്ക് ഒരു പവറുണ്ട്, ഏതൊരു സമയത്തും ഈ എക്സിക്യൂട്ടീവ് ആക്ഷൻസ് അല്ലെങ്കിൽ ഗവേണൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഏതൊരു സമയത്തും ചീഫ് മിനിസ്റ്ററിൽ നിന്ന് സീക്ക് ചെയ്യാം അല്ലെങ്കിൽ ആവശ്യപ്പെടാം എന്നുള്ളത്. അതാണ് ആർട്ടിക്കിൾ 167 പറയുന്നത്. ഇറ്റ് സീക്സ് ഇൻഫർമേഷൻ ഫ്രം ദി CM അബൌട്ട് ദി സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ലെജിസ്ലേറ്റീവ് മാറ്റേഴ്സും ഉണ്ട്. അടുത്ത ഒരെണ്ണമാണ് ആർട്ടിക്കിൾ 200. ഈ ആർട്ടിക്കിൾ 200 ഫോക്കസ് ചെയ്യുന്നത് എൻറ്റയർലി ഓൺ ഏതെങ്കിലുമൊക്കെ ബില്ല് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൽ നിന്ന് പാസ്സായിട്ടുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട് ഗവർണർക്ക് എന്തൊക്കെ ആക്ഷൻസ് എടുക്കാനുള്ള പവറുണ്ട് എന്നുള്ളതാണ് ആർട്ടിക്കിൾ 200 പറയുന്നത്. ആർട്ടിക്കിൾ 200 കുറിച്ച് നമ്മളിനി ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. മറ്റൊരു ഡിസ്ക്രിഷണറി പവർ ഗവർണറുടെ കിടക്കുന്നത് 6th ഷെഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം, കോൺസ്റ്റിറ്റ്യൂഷനിലെ 6th ഷെഡ്യൂള് ട്രൈബൽ ഏരിയാസിൻ്റെ, അതായത് ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം എന്നീ 4 സ്റ്റേറ്റുകളിലെ ട്രൈബൽ ഏരിയാസിൻ്റെ ഗവർണൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇവിടെ ഗവർണർക്ക് അതിനെ ഈ ഏരിയാസിനെ നോട്ടിഫൈ ചെയ്യാനും ഈ ഏരിയനെ ഓൾട്ടർ ചെയ്യാനായിട്ടുള്ളൊരു പവറുണ്ട്. അതാണ് 6th ഷെഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസ്ക്രിഷണറി പവർ ഓഫ് ദി ഗവർണർ. ഗവർണറുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസ്ക്രിഷണറി പവറിൻ്റെ മറ്റൊന്നാണ് ആർട്ടിക്കിൾ 356. ആർട്ടിക്കിൾ 356 പറയുമ്പോൾ അതിന് മുന്നേ ഉള്ള 355 കുറിച്ചിട്ട് നമ്മൾ വരണം. ആർട്ടിക്കിൾ 355 പ്രകാരം കോൺസ്റ്റിറ്റ്യൂഷൻ സെൻട്രൽ ഗവൺമെൻറ്റിന് ഒരു ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. അതായത് ഇന്ത്യയിലെ ഓരോ സംസ്ഥാനവും കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രൊവിഷൻസ് അനുസരിച്ചിട്ടാണ് ഗവേൺ ചെയ്യപ്പെടുന്നതെന്നുള്ളത്. ഇൻ കേസ് സെൻട്രലിന് തോന്നുകയാണ് ഒരു സ്റ്റേറ്റിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബ്രേക്ക് ഡൗൺ ഉണ്ടായി എന്നുള്ളത്, അത് ഏതൊക്കെ രീതിയിൽ പറയാം. ഒന്ന്, ഈ ഗവർണർ
ഒരു റിപ്പോർട്ട് അയക്കുക. അതായത് ഈ പറയുന്ന സ്റ്റേറ്റിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ബ്രേക്ക് ഡൗൺ നടന്നു, ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടല്ല ഗവേണൻസ് നടക്കുന്നതെന്നുള്ളത്. അതല്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും വഴിയും സെൻട്രൽ ഗവൺമെൻറ് തോന്നിക്കഴിഞ്ഞാൽ ഈ 356 അനുസരിച്ചുള്ള പ്രസിഡൻസ് റൂൾ വരാം. ഇവിടെ ഗവർണറുടെ ഒരു ഡിസ്ക്രിപ്ഷനാണ് പറയുന്നത് ആർട്ടിക്കിൾ 356 ഒരു സ്റ്റേറ്റിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബ്രേക്ക് ഡൗൺ ഉണ്ടായി എന്നുള്ളത് സെൻട്രൽ ഗവൺമെൻറ് അറിയിക്കാനുള്ളത് ഗവർണറുടെ ഡിസ്ക്രിപ്ഷണൽ പവറിൽ പെടുന്നൊരു കാര്യമാണ്. അടുത്തതാണ് ഗവർണർ അഡ്ജസൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു യൂണിയൻ ടെറിട്ടറിയുടെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണ്, കേരളത്തിൻ്റെ അഡ്ജസൻ്റായിട്ട് മാഹിയുണ്ട് അല്ലെങ്കിൽ ലക്ഷദ്വീപുണ്ട്. ഇൻ കേസ് കേരളത്തിലുള്ള ഗവർണർ ഈ UT അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയുടെ ഒരു അഡ്മിനിസ്ട്രേറ്ററായിട്ട് ആക്ട് ചെയ്യുന്നതെങ്കിൽ ആ അഡ്മിനിസ്ട്രേറ്ററായിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് ഹി ഈസ് നോട്ട് ബൗണ്ട് ബൈ ദി അഡ്വൈസ് ഓഫ് ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ സ്റ്റേറ്റ്. അഡ്മിനിസ്ട്രേറ്റർ ആക്ട് ചെയ്യുമ്പോൾ പുള്ളിക്ക് കുറച്ചുകൂടെ ഓട്ടോണമി കൂടുതലുണ്ട് എന്നുള്ളതാണ്. കൂടാതെ കോൺസ്റ്റിറ്റ്യൂഷനിലല്ലാതെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ളൊരു സംഭവമുണ്ട്. അതായത് ചില സ്റ്റേറ്റുകളിൽ, ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ ഗവർണർ ചാൻസലർ ഓഫ് യൂണിവേഴ്സിറ്റീസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇൻ കേരളത്തിലെ പല യൂണിവേഴ്സിറ്റിയുടെയും വൈസ് ചാൻസലർ ഗവർണറാണ്. അതായത് ഓരോ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറിലെ അപ്പോയിൻറ്റ് ചെയ്യുന്നതും ഒക്കെ നമ്മുടെ ചാൻസലറായിട്ട് ഉള്ള ഗവർണറാണ്. ഈ ചാൻസലർ ഓഫ് യൂണിവേഴ്സിറ്റീസ് ആക്ട് ചെയ്യുമ്പോൾ ഒരു ഗവർണർ ഈസ് നോട്ട് ബൗണ്ട് ബൈ ദി ഐഡ് ആൻഡ് അഡ്വൈസ് ഓഫ് ദി റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഹെഡഡ് ബൈ ദി ചീഫ് മിനിസ്റ്റർ. മുന്നേ നമ്മൾ ഗവർണറുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസ്ക്രിപ്ഷൻ പവർ എന്താണെന്ന് നോക്കിയാൽ, ഇനി സിറ്റുവേഷണൽ ഡിസ്ക്രിപ്ഷണറി പവേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഗവർണർക്കുള്ളത്. ഒന്നാമത്തെ, ഈ അപ്പോയിൻറ്റ് CM ഡ്യൂറിങ് എ ഹങ് അസംബ്ലി. ഒരു തൂക്ക് മന്ത്രിസഭ ഉണ്ടായിരിക്കുമ്പോൾ. എന്താണ് തൂക്ക് മന്ത്രിസഭ? അതായത് ഒരു ഇലക്ഷന് ശേഷം ആർക്കും ക്ലിയർ മജോറിറ്റി ഇല്ല എന്നിരിക്കുന്ന അവസ്ഥയിൽ ഗവർണർക്ക് ആരെങ്കിലും ഒരാളെ ഇൻവൈറ്റ് ചെയ്യാം ഗവൺമെൻറ് ഫോം ചെയ്യാൻ. എന്നിട്ട് ഹൗസിൻ്റെ ഫ്ലോറിൽ അവർക്ക് മജോറിറ്റി പ്രൂവ് ചെയ്താൽ മതി. അതൊരു ഡിസ്ക്രിപ്ഷണറി പവറാണ്. രണ്ടാമത്തത്, ഒരു നോ കോൺഫിഡൻസ് മോഷൻ അസംബ്ലിയിൽ അല്ലെങ്കിൽ ഹൗസിൽ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ ഡിസ്മിസ് ചെയ്യാൻ പറ്റും. അതാണ് മറ്റൊരു ഡിസ്ക്രിപ്ഷണറി പവർ. മൂന്നാമത്തെ ഒരു പവറോടുണ്ട്, ഏതെങ്കിലും ഒരു ബില്ല് അസംബ്ലിയിൽ പാസ്സായില്ല എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ മജോറിറ്റി ലോസായി എന്നാണ് കരുതപ്പെടുന്നത്. ആ ഒരു അസംഷനിൽ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാനായിട്ട് ഉള്ള ഒരു ഡിസ്ക്രിപ്ഷണറി പവറും ഗവർണർക്കുണ്ട്. ഇത് മൂന്നെണ്ണമാണ് എക്സാമ്പിൾസ് ഓഫ് സിറ്റുവേഷണൽ ഡിസ്ക്രിപ്ഷണറി പവർ ഓഫ് ദി ഗവർണർ. ഇനി ഗവർണർ വേഴ്സസ് ഗവൺമെൻറ്റിൻ്റെ മെയിൻ കണ്ടൻഷൻ പോയിട്ടായിട്ടുള്ള ആർട്ടിക്കിൾ 200 കുറിച്ചിട്ട് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 200 ഗവർണർക്ക് 4 ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട് അസംബ്ലിയിൽ നിന്ന് പാസ്സായി വരുന്ന ഒരു ബില്ലിനെ വേണ്ടിയിട്ട് ആക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. ആ 4 ആക്ഷൻസ് ഏതൊക്കെയാണ്? ഒന്നാമത്തെ, പുള്ളിക്ക് അത് സൈൻ ചെയ്യാം, ഗിവ് അസെൻറ്റ് എന്ന് പറയും. ഈ അസെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബില്ല് ഒരു ആക്റ്റായിട്ട് മാറും. രണ്ടാമത്തെ ഓപ്ഷനാണ് ഹി ക്യാൻ വിത്ത് ഹോൾഡ് അസെൻറ്റ്, അതായത് സൈൻ ചെയ്യാതിരിക്കാം. അതിന് ഗവർണർ ഒരു വീറ്റോ പവർ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഇങ്ങനെ സൈൻ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ആ ബില്ല് ഒരു ആക്ട് ആവാതിരിക്കും. മൂന്നാമത്തെ ഓപ്ഷനാണ് മണി ബില്ല് അല്ല എന്നുണ്ടെങ്കിൽ ഹി ക്യാൻ റിട്ടേൺ ദിസ് ടു ദി ലെജിസ്ലേച്ചർ, അതായത് തിരിച്ച് ഈ ലെജിസ്ലേച്ചറിലേക്ക് ഈ ബില്ലിനെ റീകൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അയക്കാം. ഇങ്ങനെ അയക്കുന്ന ഒരു ബില്ല് അസംബ്ലി വിത്ത് ഓർ വിത്തൗട്ട് അമെൻമെൻറ്റോട് കൂടിയോ അല്ലാതെയോ അതേ ഫോമിൽ തന്നെയോ ഒന്നുകൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഗവർണർക്ക് പിന്നെ ചോയ്സ് ഇല്ല, ഹി മസ്റ്റ് ഗീവ് അസെൻറ്റ്. നാലാമത്തെ ഒരു ഓപ്ഷനാണ് പുള്ളിക്ക് ആ ഒരു ബില്ലിന് പ്രസിഡൻറ്റിനെ റെഫർ ചെയ്യാം. അതായത് പ്രസിഡൻറ്റിന് അസെൻറ്റ് ചെയ്യണോ, വിത്ത് ഹോൾഡ് ചെയ്യണോ, വീറ്റോ പ്രയോഗിക്കണോ എന്നുള്ള രീതിയിൽ പ്രസിഡൻറ്റിന് റെഫർ ചെയ്ത് വിടാം. ഇതാണ് 4 ഓപ്ഷൻസ് ആർട്ടിക്കിൾ 200 കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വന്ന ആർട്ടിക്കിൾ 200 ഉള്ള വിത്ത് ഹോൾഡിംഗ് പ്രൊവിഷൻ, അതായത് വീറ്റോ പ്രൊവിഷൻസ് ഒരു പരിധി വിട്ട് പല ഓപ്പോസിഷൻ റൂൾഡ് സ്റ്റേറ്റുകളിലെയും ഗവർണർ അവിടുത്തെ ലെജിസ്ലേച്ചർ പാസ് ചെയ്ത ബില്ലുകളെ അസെൻറ്റ് കൊടുക്കാതെ വന്നു. അങ്ങനെ ഈ ഒരു കോൺഫ്ലിക്റ്റ് സുപ്രീം കോർട്ട് വരെ എത്തി. അങ്ങനെ ആ ഒരു കേസാണ് ദ സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് വേഴ്സസ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടു ദ ഗവർണർ ഓഫ് പഞ്ചാബാണ് സുപ്രീം കോർട്ടിൽ അപ്രോച്ച് ചെയ്തത്. അങ്ങനെ സുപ്രീം കോർട്ട് ഒരു ഡയറക്റ്റീവ് ഇറക്കുകയാണ്, the governor has to return the bill to the legislature for consideration if he decide to withhold the assent to a bill. ഗവർണർ ഒരു ബില്ലിനെ, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ പാസ് ചെയ്തൊരു ബില്ലിനെ വിത്തോൾഡ് ചെയ്യാൻ തീരുമാനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അസംബ്ലിയിലേക്ക് ഗവർണർ ഇതിനെ റീകൺസിഡർ ചെയ്യണം എന്നുള്ള രീതിയിൽ റിട്ടേൺ ചെയ്യണം. അതായത് ഗവർണർ ഒരു ബില്ലിനെ വിത്തോൾഡ് ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ മസ്റ്റായിട്ട് ഗവർണർ ഈ ബില്ലിനെ തിരിച്ച് റിട്ടേൺ ചെയ്യണം ടു ദി ലെജിസ്ലേച്ചർ എന്നുള്ളതാണ് സുപ്രീം കോർട്ട് ഈ ഒരു കേസിൽ ഡയറക്റ്റീവ് ഇഷ്യൂ ചെയ്തത്. അപ്പോൾ നിലവിലുള്ള സാഹചര്യം എന്താണെന്ന് നമുക്കൊന്നുകൂടി നോക്കാം. ആർട്ടിക്കിൾ 200 പ്രകാരം ഗവർണർക്ക് 4 ഓപ്ഷൻ ഉണ്ട്. ഒരു ബില്ല് പാസ്സായി വന്നു കഴിഞ്ഞാൽ അസെൻറ്റ് ചെയ്യാം, വിത്ത് ഹോൾഡ് ചെയ്യാം, റിട്ടേൺ ചെയ്യാം, പ്രസിഡൻറ്റിനെ റെഫർ ചെയ്യാം. ഇപ്പോൾ സുപ്രീം കോർട്ടിൻ്റെ ആ ഒരു വേർഡിക്റ്റും കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ ഇഫ് ഗവർണർ ഈ ബില്ലിനെ വിത്ത് ഹോൾഡ് ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഹി മസ്റ്റ് റിട്ടേൺ എന്നുള്ളതാണ്. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്.
ഒരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണോ? വരൂ, ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്